മഴത്തോരു മുൻപേ എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു ഹൃദയസ്പർശിയായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അലീന തന്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും ഒപ്പം സന്തോഷങ്ങളുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന കടപ്പാട്ടൂര വീടിനോട് വിട പറഞ്ഞു. കാർ ഇപ്പോൾ കുളത്തുപുഴയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തൊരു വേദന ഹൃദയത്തിനുള്ളിൽ തളം കെട്ടി നിൽക്കുകയാണ്. പക്ഷേ അതിജീവിച്ചേ പറ്റൂ. ഹൃദയത്തെ കുത്തി നോവിക്കുന്ന വേദനയ്ക്കിടയിൽ അവൾ കണ്ണുകളടച്ച് സീറ്റിന്റെ പിൻപിലേക്ക് തല ചായ്ച്ച് അങ്ങനെ മൗനമായി കിടന്നു. ആ കിടപ്പിൽ എപ്പോഴോ അലീന മയങ്ങിപ്പോയി. കുറെ നാഴിക പിന്നിട്ടപ്പോൾ കാർ ചെറിയൊരു കുലുക്കത്തോടുകൂടി നിന്നു. പെട്ടെന്ന് അലീന കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചെറിയൊരു ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാലചന്ദ്രമേനോൻ പറയുകയാണ്, നമുക്ക് ഊണ് കഴിച്ചിട്ട് പോകാം. അത് കേട്ടുകൊണ്ട് സീറ്റ് ബെൽറ്റ് അഴിച്ച് രണ്ടുപേരും വാഹനത്തിൽ നിന്നും ഇറങ്ങി. അലീന കടകളുടെ ബോർഡ് നോക്കി. അഞ്ചൽ ഹോട്ടലിന്റെ മുൻപിൽ തന്നെയാണ് കാർ പാർക്ക് ചെയ്തിരുന്നത്. ബാലചന്ദ്രമേനോൻ അലീനയും കൂട്ടി ഹോട്ടൽ കയറി ഊണ് കഴിച്ചു. തിരിച്ച് കാറിൽ കയറിയിരിക്കുമ്പോൾ അലീന ബാലചന്ദ്രമേനോനെ അർത്ഥഗർഭമായി ഒന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അച്ഛൻ ഇതുവരെ പറഞ്ഞില്ല. പറയാം. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും വണ്ടി ഓടിച്ചു തുടങ്ങി. കുന്നുകൾ, മലയടിവാരങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ. ഇടയ്ക്കൊരു വേള അലീന ചോദിച്ചു, നമ്മൾ കുളത്തുപുഴയ്ക്ക് തന്നെയാണല്ലോ അല്ലേ? അതെ, കുളത്തുപുഴ തന്നെയാണ്. അച്ഛൻ മുൻപ് പറഞ്ഞ സ്റ്റാൻലി ജോസഫ് എന്നു പേരുള്ള അങ്കിളിനെ കാണാനാണോ? ബാലചന്ദ്രമേനോൻ പെട്ടെന്ന് മുഖം തിരിച്ച് അലീനയെ ഒന്ന് നോക്കി. കാർ വളവിലേക്ക് ചെല്ലുകയായിരുന്നു. അച്ഛാ, ബസ്! അലീന വിളിച്ചു പറഞ്ഞു. നൊടിയിടയ്ക്കുള്ളിൽ ബസിന്റെ ബ്രേക്കുകൾ അലറുന്ന ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. കാർ വെട്ടിത്തിരിഞ്ഞ് റോഡിന്റെ മാർജിനിലേക്ക് ഇറങ്ങി. കാറിന്റെ ചില്ലുയർത്തി വെച്ച് AC ഇട്ടിരുന്നത് കൊണ്ട് ബസ്സിലെ ഡ്രൈവർ പുറത്തേക്ക് തലയിട്ട് വിളിച്ചു പറഞ്ഞ തെറി അത് വ്യക്തമായിട്ട് കേൾക്കുവാൻ കഴിഞ്ഞില്ല. ബാലചന്ദ്രമേനോനും അലീനയും ഭയന്ന് വിളറിപ്പോയിരുന്നു. ബാലചന്ദ്രമേനോൻ കാർ കുറെ കൂടി മുൻപോട്ട് നീക്കിയ ശേഷം തണലുള്ള ഭാഗത്ത് ഒതുക്കിയിട്ടു. മിനറൽ വാട്ടറിന്റെ കുപ്പിയുമായി അയാൾ പുറത്തേക്കിറങ്ങി. റോഡിന്റെ വിളുമ്പിൽ കരിങ്കൽ കെട്ടും വീതിയുള്ള കലുങ്കുമാണ്. കലിങ്കിനരികെ ചെന്നുകൊണ്ട് അച്ഛൻ ഇടവിട്ട് ഓരോ കവിൾ വെള്ളം കുടിക്കുന്നു നോക്കി അലീന കാറിൽ തന്നെ ഇരുന്നു. അച്ഛന്റെ മനസ്സ് മറ്റെവിടെയോ ആണ് എന്നവൾക്ക് മനസ്സിലായി. ഇടയ്ക്ക് ബാലചന്ദ്രമേനോൻ തിരിഞ്ഞ് കാറിലേക്ക് നോക്കി. അലീനയെ കൈകാട്ടി വിളിച്ചു. അലീന കാറിൽ നിന്നും ഇറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്നു. ബാലചന്ദ്രമേനോൻ മിനറൽ വാട്ടറിന്റെ കുപ്പി അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു. 2 കവിൾ വെള്ളം കുടിച്ചതിനു ശേഷം അവൾ അടപ്പിട്ട് കുപ്പി മുറുക്കി അടച്ചു. ബാലചന്ദ്രമേനോൻ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്നാൽ അകലങ്ങളിലെ ഗിരിനിരകളും ഇളം നീല കലർന്ന താഴ്വാരങ്ങളും ഹരിതവനങ്ങളും വിശാലമായ റബ്ബർ തോട്ടങ്ങളും ഒക്കെ കാണാം. അലീന കുറച്ചുകൂടി അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ എന്താ വല്ലാതെ ആലോചിക്കുന്നത്? നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല മോളെ. അലീന ആശ്ചര്യത്തോടെ അയാളെ തന്നെ നോക്കി. അല്ല, സ്റ്റാൻലി ജോസഫിന്റെ കാര്യമാണോ? അതെ. അവിടെ ആരൊക്കെയുണ്ട് അച്ഛാ? എനിക്ക് എന്താ അവിടെ ജോലി? അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മോളെ, ഈ സ്റ്റാൻലി ജോസഫ് ഒരു സൈനികനായിരുന്നു. കേണലായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഓഹോ, ഇത് പറയാനാണോ അച്ഛൻ എത്ര ടെൻഷൻ? അല്ല, എനിക്ക് നിന്നോട് പറയാനുള്ളത് വേറൊരു കഥയാണ്. സ്റ്റാൻലി ആഗ്രോ കന്റോൺമെന്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു പെണ്ണുമായി സ്നേഹത്തിലായി. രണ്ടുപേരും കുറച്ചു കാലം ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു. പക്ഷേ 2 കൂട്ടരുടെയും കുടുംബക്കാരി കല്യാണത്തിന് സമ്മതിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് പിരിയേണ്ടി വന്നു. പിരിയുമ്പോൾ ആ പെണ്ണ് പൂർണ്ണ ഗർഭിണിയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അവളൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അവളുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിന് കൈമാറി. അത്രയും കേട്ടതോടുകൂടി അലീന തരിച്ചു നിൽക്കുകയാണ്. അച്ഛൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവൾ ശ്വാസം അടക്കി പിടിച്ച് ബാലചന്ദ്രമേനോന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ബാലചന്ദ്രന് അലീനയെ ഫേസ് ചെയ്യുവാൻ കഴിയുന്നില്ല. അയാൾ 2 കൈകളും പാൻസിന്റെ പോക്കറ്റിൽ തിരുകി വിദൂരതയിലേക്ക് കുറെ നേരം നോക്കി നിന്നു. എന്നിട്ട് വീണ്ടും പറയുകയാ, ആ പെണ്ണ് പിന്നീട് വേറൊരു വിവാഹം കഴിച്ചു. സ്റ്റാൻലിയും വിവാഹിതനായി. ഉപേക്ഷിക്കപ്പെട്ട ആ പെൺകുഞ്ഞ് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ അലീന എന്ന പേരിൽ വളർന്ന് മിടുക്കിയായി. ഇത്രയും പറഞ്ഞ ശേഷം ബാലചന്ദ്രമേനോൻ പതിയെ അവളുടെ നേർക്ക് മുഖം തിരിച്ചു. മോളെ, നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റാൻലി ജോസഫിന്റെ മകളാണ് നീ. അലീനയ്ക്ക് ചലനം നഷ്ടപ്പെട്ടതുപോലെ ആയിപ്പോയി. അവൾക്ക് ചുറ്റും സ്ഥലകാലങ്ങൾ സ്തംഭിച്ചു പോയിരിക്കുന്നു. സർവചരാചരങ്ങളും നിശബ്ദമായിരിക്കുന്നു. അവളുടെ മനസ്സിന്റെ ആകാശങ്ങളിൽ മാത്രം വല്ലാത്ത പെരുമ്പറ മുഴങ്ങിത്തുടങ്ങി. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു വിഷമഘട്ടം തരണം ചെയ്തതുപോലെയാണ് ബാലചന്ദ്രമേനോന് തോന്നിയത്. അക്കാര്യം അലീനയുടെ സമക്ഷം എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയാതെ സംഘർഷഭരിതമായ മനസ്സോടെയാണ് അയാൾ അതുവരെയും കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ ലാഘവത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അയാൾക്ക് അല്പം ആശ്വാസം തോന്നി. ഇനി സാരമില്ല. ബാലചന്ദ്രമേനോൻ തിരിഞ്ഞ് കാറിന്റെ നേർക്ക് നോക്കി. അലീന നേരത്തെ തന്നെ കാറിനടുത്തേക്ക് തിരിച്ചു പോയിരുന്നു. ഡോർ അടച്ച് ഡാഷ്ബോർഡിന് മീതെ തല വെച്ച് കിടക്കുന്ന അവളെ അയാൾ ദൂരെ നിന്ന് തന്നെ കാണുകയും ചെയ്തിരുന്നു. ബാലചന്ദ്രമേനോൻ കാറിന്റെ അരികിൽ ചെന്നു ഡോർ തുറന്നു. അലീന ഇപ്പോഴും കമിഴ്ന്നു കിടക്കുകയാണ്. അയാൾ കാറിലേക്ക് ഇരുന്നപ്പോൾ അവൾ ഡാഷ്ബോർഡിൽ നിന്നും മുഖമുയർത്തി.
കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന തൂവാല കൊണ്ട് കണ്ണും കവളും ഒപ്പി. ഡാഷ്ബോർഡിന് മീതെ നനവുണ്ടെന്ന് ബാലചന്ദ്രമേനോൻ കണ്ടു. സീറ്റിലേക്ക് ചാരിയിരുന്നിട്ട് അലീന വിദൂരതയിലേക്ക് നോട്ടമയച്ചു. ബാലചന്ദ്രമേനോൻ വീണ്ടും വിളിക്കുക, മോളെ. ആ വിളി കേട്ടുകൊണ്ട് അവൾ മെല്ലെ മുഖം തിരിച്ച് അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു, ആശങ്കകളും തെളിഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, നീ എന്നോടൊന്നും ചോദിച്ചില്ല, ഞാൻ നിന്നോടൊന്നും പറഞ്ഞിരുന്നുമില്ല. അലീനയുടെ മനസ്സിൽ 1000 ചിന്തകളുടെ അലമാലകൾ ആർത്തിരമ്പുവാൻ തുടങ്ങി. ആരാണ് പറഞ്ഞത് സ്റ്റാൻലി ജോസഫ് എൻ്റെ അച്ഛനാണെന്ന്? എങ്ങനെയുള്ളയാളാണ് സ്റ്റാൻലി ജോസഫ്? അദ്ദേഹത്തിന് അറിയുമോ ഞാൻ സ്വന്തം മകളാണെന്ന്? അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ? എന്നെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ആ വീട്ടിൽ എന്ത് സ്ഥാനമായിരിക്കും എനിക്ക് ലഭിക്കുക? സ്റ്റാൻലി ജോസഫിന് ഭാര്യയും മക്കളുമുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് എന്നെപ്പറ്റി അറിയാമോ? അറിയാമെങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കും? ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നതും അവിടെ താമസിക്കുന്നതും അവർക്ക് ഇഷ്ടമായിരിക്കുമോ? ഞാൻ നിമിത്തം അവിടെയും കുടുംബഛിദ്രമുണ്ടാകുമോ? ഈ സ്റ്റാൻലി ജോസഫ്, തൻ്റെ അച്ഛനെന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവോ? എങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെയും അദ്ദേഹം എന്നെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത്? അതെ, ചോദ്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി അവളുടെ ഹൃദയത്തിലേക്ക് ഇരമ്പി ആർത്തുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇത്രമാത്രം നിറകണ്ണുകളോടുകൂടി ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു, അച്ഛൻ എന്നോട് നേരത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരു സൂചന പോലും തന്നില്ലല്ലോ. അത് പറയുമ്പോൾ അവളുടെ തൊണ്ട ഇടറിയിരുന്നു. ബാലചന്ദ്രമേനോന്റെ മുഖം വാടി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ നിന്റെ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലേ? സ്വന്തം അച്ഛനെ കൊണ്ട് തന്നെ മകളെ സ്വീകരിപ്പിക്കുവാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തില്ലേ? നിനക്ക് വേണ്ടിയാ, നീ സന്തോഷമായിരിക്കുവാൻ, നീ സുരക്ഷിതയായിരിക്കുവാൻ. ഞാൻ കരുതി നീ ഒരു നല്ല വാക്ക് ഇത് കേൾക്കുമ്പോൾ പറയുമെന്ന്. അത്രയും കേട്ടപ്പോഴേക്കും അലീന വല്ലാതെയായി. സോറി അച്ഛാ, സോറി. അലീനയുടെ ക്ഷമായാചനം കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രമേനോൻ പറയുകയാണ്, നിനക്കിഷ്ടമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. അയ്യോ അച്ഛാ, അങ്ങനെയല്ല, ഞാൻ സോറി പറഞ്ഞില്ലേ, അറിയാതെ പറഞ്ഞു പോയതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവൾ അയാളുടെ ചുമലിലേക്ക് ശിരസ് മെല്ലെ ചായ്ച്ചു. മോളെ, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? എല്ലാം നല്ലതിനാണ് എന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി. ഇത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രമേനോൻ മൃദുവായി അവളുടെ തോളത്ത് തട്ടി സമാധാനിപ്പിച്ചു. അടുത്തതായി കാണുന്നത് കുളത്തുപുഴയിലെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലെ രംഗങ്ങളാണ്. കടുത്ത ശകാരം. ആൻ്റപ്പൻ തല താഴ്ത്തി നിൽക്കുകയാണ്. സ്റ്റാൻലി വിടാനുള്ള ഭാവമില്ല. സ്റ്റാൻലി പറയുകയാണ്, നിന്നോട് ഞാൻ ഇന്നലെ മുതലേ പറയുന്നതല്ലേ, ഇനിയിപ്പോൾ ഇത് മാറ്റി വേറെ വാങ്ങിയിടാൻ എവിടെയാ സമയം? സർ, ഞാൻ വിചാരിച്ചു ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. നീ വിചാരിച്ചു? നിന്റെ വിചാരത്തിനാണോ എൻ്റെ കമാൻഡിനാണോ ഈ വീട്ടിൽ സ്ഥാനം? നീ ഹൗസ് ഓണറും ഞാൻ കാര്യസ്ഥനുമാണോ? അല്ലല്ലോ. സർ, ഇന്ന് തന്നെ മാറ്റിയിട്ടേക്കാം. ഇനി നീ മാറ്റിയിടണ്ട. ഈ റൂമിലെ പഴയ സാധനങ്ങളെല്ലാം മാറ്റി സെറ്റിയുടെ കുഷൻ മാത്രം പഴഞ്ചൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരികയാണ് ഇവിടെ താമസിക്കാൻ, എനിക്ക് വേണ്ടപ്പെട്ട ആള്. സ്റ്റാൻലിയുടെ ശകാരം കടുക്കുകയാണ്. അയാൾ പറഞ്ഞതു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. 2 ദിവസമായി ആ വിശിഷ്ടാതിഥിയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ആ വീട്ടിൽ. വീടിന് പുറമെയുള്ള അറ്റകുറ്റപ്പണികൾ 4 ദിവസം മുമ്പേ തുടങ്ങിയിരുന്നു. പ്രാക്കൂട് പോലും വൃത്തിയാക്കി. ആമ്പൽ പൊയ്കയും ഫൗണ്ടനും വൃത്തിയുള്ളതും പ്രവർത്തനക്ഷമവുമാക്കി. ഉദ്യാനത്തിലെ കേടുവന്ന മെർക്കുറി ലൈറ്റുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചു. ചെടികൾക്കിടയിൽ നിന്നും കളകളും കരിയിലകളും നീക്കം ചെയ്തു. വീടിന്റെ പെയിന്റിംഗ് പണി 2 ദിവസം കൊണ്ട് തീർക്കുവാൻ 17 പേരെയാണ് ജോലിക്ക് വെച്ചത്. ആശാരിമാരും മേസ്ത്രിമാരും ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് വീടിനുള്ളിലെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തു. ജനാല കർട്ടനും വാതിൽ വിരികളും മാറ്റി പുതിയവ വാങ്ങിയിട്ടു. പെയിന്റിംഗ് കഴിഞ്ഞ അന്ന് രാത്രി തന്നെ വീടിന് ഉൾഭാഗം കഴുകി വൃത്തിയാക്കി. കേടുവന്ന ഫർണിച്ചറുകളും കുഷനുകളും എല്ലാം നീക്കം ചെയ്തു. മുൻവരാന്ത മുതൽ പ്രധാന ഹാൾ വരെയുള്ള ഭാഗങ്ങൾ നീണ്ടതും വിശിഷ്ടവുമായ നിറങ്ങളിലുള്ള 5 വരി തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അവിടവിടെ വിവിധ വർണ്ണങ്ങളിലുള്ള വീർപ്പിച്ച ബലൂണുകൾ കെട്ടിത്തൂക്കി. പ്രധാനപ്പെട്ട മുറികളിലെ എല്ലാ മേശപ്പുറത്ത് ഫ്ലവർ വൈസുകൾ വെച്ചു. അതിഥികൾക്കായുള്ള ബെഡ്റൂമിലുണ്ടായിരുന്ന വലിയ കട്ടിൽ അതേപടി മാറ്റിയിട്ട് കൊത്തുപണിയുള്ള പുതിയ കട്ടിൽ വാങ്ങി സ്ഥാപിച്ചിരിക്കുകയാണ്. ഫോം ബെഡും തലയണകളുമെല്ലാം പുതുപുത്തനും വിലപിടിപ്പുള്ളതുമാണ്. മുറിയിലെ മേശയും സോഫയും കസേരകളും പുതിയത് തന്നെ. ഒരു സെറ്റി മാത്രമേ ഉള്ളൂ പഴയത്. അതിൻ്റെ കുഷനുകൾ ഭംഗിയുള്ളതായതുകൊണ്ട് ആൻ്റപ്പൻ അതുമാത്രം മാറ്റിയില്ല. അത് മാറ്റേണ്ട കാര്യമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും. പക്ഷേ കേണൽ സാബിന് അത് മാറ്റി പുത്തൻ വെക്കാതിരുന്നത് ഒട്ടും പിടിച്ചില്ല. ആരാണാവോ ഇത്ര വലിയ അതിഥി? അതുമാത്രം കേണൽ സാബ് പറയുന്നില്ല. കേണൽ സാബ് ഇതുവരെ കേണൽ സാബിനേക്കാൾ വലിയവരായി ആരെയും പരിഗണിക്കുന്നത് ആൻ്റപ്പൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ അതിഥികൾക്കുള്ള മുറിയിൽ കേണൽ സാബ് പുത്തനൊരു TV കൂടി വാങ്ങി സ്ഥാപിച്ചിരിക്കുന്നു. അതുകൂടാതെ ഒരു AC-യും. അതിനർത്ഥം വരുവാൻ പോകുന്ന അതിഥി കുറച്ചു ദിവസം ഇവിടെ താമസിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും കേണൽ സാബ് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുകയും എന്നും താൻ ശകാരം കേൾക്കേണ്ടി വരികയും ചെയ്തേക്കുമെന്ന് ആൻ്റപ്പൻ ഇപ്പോഴേ കണക്കുകൂട്ടി.
കല്യാണ സദ്യ ഒരുക്കുന്ന രണ്ടുപേരെ വിളിച്ചിട്ടാണ് കേണൽ സാബ് ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കിച്ചത്. പക്ഷേ ഉച്ചയ്ക്ക് മുൻപ് അതിഥി എത്തും എന്നുള്ള കേണൽ സാബിന്റെ പ്രതീക്ഷ തെറ്റി. വളരെയധികം രുചികരമായ വിഭവങ്ങളോടെ തയ്യാറാക്കിയ ഉച്ചഭക്ഷണം പാഴായി. എന്നിട്ടും കേണൽ സാബ് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പൂമുഖത്ത് ചെന്ന് നോക്കുന്നുണ്ട്. നായ്ക്കളുമുണ്ട് കൂടെ. അവറ്റകൾ എന്തിനാണ് അസ്വസ്ഥരായി അങ്ങിങ്ങി ചുറ്റിത്തിരക്കി നടക്കുന്നതെന്ന് ആൻറ്റപ്പന് മനസ്സിലാകുന്നില്ല. അവറ്റകൾക്കും അറിയുമോ വിശിഷ്ടാതിഥി വരുവാനുണ്ടെന്ന്? ഒരുപക്ഷെ കേണൽ സാബ് അവരോടൊക്കെ അത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേണൽ സാബ് എന്തു പറഞ്ഞാലും അവറ്റകൾക്ക് മനസ്സിലാവും. കേണൽ സാബിന് പട്ടിഭാഷയാണോ അറിയാവുന്നത്, അതോ പട്ടികൾക്ക് കേണൽ സാബിന്റെ ഭാഷയാണോ അറിയാവുന്നത് എന്ന് ആൻറ്റപ്പന് തിട്ടപ്പെടുത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കേണലിന്റെ ഡ്രൈവർ ബൈജുവും ഇത്തിരി അത്ഭുതത്തിലാണ്. വിശിഷ്ടാതിഥിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി സ്റ്റാൻലി മുതലാളി ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. വെള്ള മാടപ്രാവിനെ പോലെ തോന്നിക്കുന്ന ഒരു കൊച്ചു വണ്ടി. പുത്തനാണ്, നമ്പർ പോലും കിട്ടിയിട്ടില്ല. വരുവാൻ പോകുന്ന അതിഥിക്ക് വേണ്ടി സ്റ്റാൻലി മുതലാളി ലക്ഷങ്ങൾ മുടക്കി ഒരു കാർ വാങ്ങിച്ചിടണമെങ്കിൽ എന്തുതരം അതിഥിയായിരിക്കും അത്? അതാണ് ബൈജുവിന്റെ അത്ഭുതം. ഇത്രമേൽ വർണ്ണശബളമായ ഏതെങ്കിലും വീടുകൾ ഒരുക്കുന്നത് ബൈജു കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓണത്തിനും ക്രിസ്മസിനും മാത്രമാണ്. ബൈജു ആരും കാണാതെ കാർ ഷെഡിനുള്ളിലിരുന്ന് ഒരു സിഗരറ്റ് വലിച്ചു. അതിനിടയിൽ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് ഗേറ്റിൽ നിന്നും കാറിന്റെ ഹോൺ ശബ്ദം കേട്ടു. ബൈജു സിഗരറ്റ് 2-3 ആവർത്തി ആഞ്ഞു വലിച്ചു. പുകയെടുത്തിട്ട് കുറ്റി താഴേക്കിട്ട് ചവിട്ടിക്കെടുത്തി. അതിഥി വരികയാണ് എന്നവന് തോന്നി. എന്നാൽ വീടിന്റെ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരുന്ന കാർ കണ്ടപ്പോൾ ബൈജുവിന്റെ പ്രതീക്ഷ അസ്തമിച്ചു. ഈ കാർ അവന് പരിചയമുണ്ട്. കോട്ടയം രജിസ്ട്രേഷനാണ്. ഇതിനു മുൻപ് ഈ കാർ ഇവിടെ വന്നിട്ട് പോയത് അയാൾ ഓർത്തു. കാർ മുറ്റത്തേക്കെത്തി തന്റെ അരികിൽ വന്നു നിന്നു. കാറിന്റെ ഡോർ തുറന്ന് ബാലചന്ദ്രമേനോൻ ഇറങ്ങുന്നത് കൂടി കണ്ടതോടെ ബൈജു നിരാശനായി. അയാൾക്ക് ഉറപ്പായി ഇയാളല്ല അതിഥി, വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോഴേക്കും ഫ്രണ്ടിലെ അടുത്ത ഡോർ തുറക്കപ്പെട്ടു. മഴവില്ലുടുത്ത ഒരു പെൺകിടാവ് കാറിൽ നിന്നും ഇറങ്ങുന്നു. ഒറ്റക്കാഴ്ചയിൽ ബൈജുവിന് സ്റ്റാൻലി മുതലാളിയുടെ മൂത്ത മകൾ ടാനിയയുടെ ഛായ തോന്നി. അവൾ നിന്ന നിൽപ്പിൽ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് പരിസരമൊക്കെ നോക്കുകയാണ്. റീത്ത കൊച്ചമ്മയുടെ ആരെങ്കിലും ആയിരിക്കുമോ? ബൈജുവിന് അവളിൽ നിന്ന് കണ്ണെടുക്കുവാനേ തോന്നിയില്ല. ഈ സമയത്ത് ബാലചന്ദ്രമേനോൻ അലീനയെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് സ്റ്റാൻലി ജോസഫിന്റെ വീട്. വീടെന്ന് പറയാൻ പാടില്ല, എസ്റ്റേറ്റ് ബംഗ്ലാവ്. അലീനയുടെ മുഖത്ത് സമ്മിശ്ര വികാരങ്ങൾ തെളിഞ്ഞും മാഞ്ഞും വന്നുകൊണ്ടേയിരുന്നു. നായ്ക്കൂടുകളിൽ നിന്നും ഇടതിടവില്ലാതെ നായ്ക്കൾ കുരച്ചു ബഹളമുണ്ടാക്കുകയാണ്. വാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രമേനോൻ അലീനയുടെ കൈക്ക് പിടിച്ച് വീടിന് നേർക്ക് നീങ്ങി. അവർ സിറ്റൗട്ടിൽ ചെന്ന് കയറിയതും 4-5 കൂറ്റൻ നായ്ക്കൾ മുൻവാതിൽ കടന്ന് ഓടി വന്നു. അലീനയും ബാലചന്ദ്രമേനോനെയും നോക്കി ഒരു നിമിഷം അവർ സംശയിച്ചു നിന്നു. പിന്നെ അവരുടെ സമീപത്തേക്ക് ചെന്നു. ബാലചന്ദ്രമേനോൻ ഭയന്ന് പിന്നിലേക്ക് മാറി. ബൈജു ഞെട്ടിത്തരിച്ചു നിൽക്കെ നായ്ക്കൾ അലീനയെ വളഞ്ഞ് മുൻകാലുകൾ ഉയർത്തി അവളുടെ നേർക്ക് ചാടി. അവളുടെ കഥ കഴിഞ്ഞുവെന്നു തന്നെ കരുതി ബൈജു കണ്ണുകൾ ഇറുക്കി അടച്ചു. വീണ്ടും കണ്ണു തുറക്കുമ്പോൾ കണ്ട കാഴ്ച ബൈജുവിനെ അത്ഭുത സ്തബ്ധനാക്കി. സാരിയുടുത്ത യുവതിയുടെ കൈത്തണ്ടയിലും വിരലുകളിലും മുഖമിട്ടുരുമുകയും നാവു നീട്ടി നക്കുകയും ചെയ്യുകയാണ് ഒരൊത്ത കടുവയോളം പോകുന്ന ജർമ്മൻ ഹണ്ട് പോലും. അവളാണെങ്കിൽ അവറ്റകളെ കെട്ടിപ്പിടിക്കുകയും തലോടുകയും ചെയ്യുന്നു. ഇതെന്തൊരു മറിമായം! 8 വർഷമായി ബൈജു സ്റ്റാൻലി ജോസഫിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഈ പെണ്ണിവിടെ വരികയോ ഈ നായ്ക്കളുമായി ചെങ്ങാത്തം കൂടുകയോ ചെയ്തിട്ടില്ല എന്ന് അവന് ഉറപ്പുണ്ട്. ബൈജുവിന് അത് വിശ്വസിക്കുവാനേ കഴിയുന്നില്ല. ഒപ്പം ബാലചന്ദ്രമേനോനും. അലീനയ്ക്ക് മാത്രം മനസ്സിലായി അവൾ ജനിച്ച അന്നു മുതൽ നായ്ക്കളുടെ സമൂഹം അവളോട് പുലർത്തിപ്പോന്ന മമതയുടെയും വിധേയത്വത്തിന്റെയും അന്തരാർത്ഥം എന്തായിരുന്നുവെന്ന്. 2 നായ്ക്കൾ അവളുടെ ആഗമനം മുന്നമേ അറിയിക്കാനെന്ന വണ്ണം അകത്തേക്ക് കുതിച്ചോടി. ബാക്കിയുള്ള 3 പേർ അവളുടെ ചുറ്റും വട്ടമിട്ട് നീങ്ങിക്കൊണ്ടായിരുന്നു. ആദ്യത്തെ ഒരു അമ്പരപ്പിന് ശേഷം ബാലചന്ദ്രമേനോൻ പറയുകയാണ്, ഞാൻ കഴിഞ്ഞയാഴ്ച വന്നപ്പോൾ ഈ വീട് ഇങ്ങനെയല്ലായിരുന്നു. ബാലചന്ദ്രമേനോൻ അതിശയം മറച്ചു വെക്കാതെ സംസാരിക്കുമ്പോൾ അലീന ചോദ്യഭാവത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അയാൾ വീണ്ടും പറയുകയാണ്, ആകെ ഒന്ന് റിഫ്രഷ് ചെയ്തതുപോലെയുണ്ട്. പുതിയ പെയിന്റ്, പുതിയ അലങ്കാരങ്ങളൊക്കെ. നിന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോഴേക്കും ആൻറ്റപ്പൻ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇങ്ങോട്ട് കയറി വന്നോളൂ, കേണൽ സാബ് അകത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ബാലചന്ദ്രമേനോന് അല്പം നീരസം തോന്നി. സ്റ്റാൻലി സ്വമേധയായി ഇറങ്ങി വന്ന് മകളെ സ്വീകരിച്ച് ആനയിക്കേണ്ടതല്ലേ? അതല്ലേ അതിൻ്റെ മര്യാദ? ബാലചന്ദ്രമേനോൻ അലീനയെ ഒന്ന് നോക്കിയ ശേഷം ആൻറ്റപ്പൻ്റെ പിന്നാലെ നീങ്ങി. അച്ഛനെ അനുഗമിക്കുന്നതിനിടയിൽ അവൾ തോരണങ്ങളും ബലൂണുകളും പൂങ്കുലകളും കണ്ട് വിസ്മയം പൂണ്ടു. ഇരിപ്പിടങ്ങളൊക്കെ ഭംഗിയായി സജ്ജീകരിക്കപ്പെട്ട ഹാളിൽ അവരെ എത്തിച്ചതിനു ശേഷം ആൻറ്റപ്പൻ പിന്മാറി. വാതിൽ പുറമേ നിന്ന് ചാരി. നായ്ക്കൾ ഹാളിൽ അങ്ങിങ്ങ് കൂട്ടം ചേർന്ന് തമ്മിൽ എന്തോ കൂടി ആലോചിക്കുന്നത് പോലെ നിൽക്കുകയും പിന്നെ അലീനയ്ക്ക് സമീപം വന്ന് അവൾക്ക് കാവലെന്നോണം നിലയുറപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഒരു റൂമിന്റെ വാതിൽ പെട്ടെന്ന് തുറക്കപ്പെട്ടു. സ്റ്റാൻലി ജോസഫ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അലീന കണ്ടു. സ്കൈ ബ്ലൂ കളറിൽ സവിശേഷമായ തുന്നലോടുകൂടിയ പാൻസും കോട്ടും, 6 അടിയിലധികം ഉയരം, വലിയ കവിളുകളും കട്ടിമീശയും ഉണ്ട കണ്ണുകളും വീതിയുള്ള നെറ്റിത്തടവും. ഇതാണോ തൻ്റെ അച്ഛൻ? അലീന ബാലചന്ദ്രന്റെ നേർക്ക് നോട്ടം തിരിച്ചു. സ്റ്റാൻലി ജോസഫ് ഒരു പട്ടാള ചിട്ടയിലെന്ന പോലെ നടന്ന് അവരുടെ സമീപത്തേക്കെത്തി.
ഹലോ മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അയാൾ കൈനീട്ടിയപ്പോൾ ബാലചന്ദ്ര മേനോൻ ഷെയ്ക്ക് ഹാൻഡ് നൽകി പ്രത്യഭിവാദ്യം ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ അലീന. സ്റ്റാൻലി ജോസഫ് അവളുടെ നേർക്കും കൈനീട്ടി. അലീന അനങ്ങിയില്ല. ഇമയനക്കാതെ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. വലിപ്പമുള്ളൊരു മനുഷ്യൻ ഔപചാരികമായി പരിചയപ്പെടുവാൻ ശ്രമിക്കുകയാണ്. അത് തൻ്റെ അച്ഛനാണെന്ന ചിന്ത പോലും അരോചകമായി അവൾക്ക് തോന്നി. സ്റ്റാൻലിയും കുറച്ചൊന്ന് അസ്വസ്ഥനായി. അലീന കൈനീട്ടി തനിക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകാതിരുന്നത് അനുചിതമായി പോയി എന്ന് അയാൾ വിചാരിച്ചു. എന്നിട്ട് ഉടൻ തന്നെ വെൽ വെൽ ഇറ്റ്സ് ഓൾ റൈറ്റ്. അയാൾ നീട്ടിയ കൈ പിൻവലിച്ച് ബാലചന്ദ്രന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് പറയുകയാണ്, ഞാൻ മനഃപൂർവ്വമാണ് പുറത്തേക്ക് വരാതിരുന്നത്. ജോലിക്കാരുണ്ട് വെളിയിൽ. നമ്മൾ നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ. കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ വയ്യ. പക്ഷേ ഇത് കുഴപ്പമില്ല, പുറത്തു വെച്ചും ആകാമായിരുന്നു. സ്റ്റാൻലിയുടെ സ്വരത്തിലൊരല്പം വല്ലായ്മയുണ്ടെന്ന് ബാലചന്ദ്ര മേനോന് മനസ്സിലായി. അച്ഛനും മകളും തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ വേണ്ടത്ര വികാര നിർഭരമായില്ല. അപ്പോൾ ബാലേന്ദ്ര മേനോൻ പറയുകയാണ്, ഇങ്ങോട്ട് വരുന്ന വഴിയിൽ യാത്രക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അലീനയ്ക്ക്. അപ്രതീക്ഷിതമായതുകൊണ്ട് കുറച്ചൊരു പ്രയാസം അവൾക്കുണ്ടായി. പെട്ടെന്നൊരു അച്ഛൻ ഉണ്ടാവുക, അത് ഇന്നയാളാണെന്ന് തിരിച്ചറിയുക, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുൻപ് ആ ആളിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ടി വരിക, ആരായാലും പതറിപ്പോവില്ലേ? യാ, ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സ്റ്റാൻലി തലകുലുക്കി. അപ്പോൾ ബാലചന്ദ്ര മേനോൻ വീണ്ടും പറയുകയാണ്, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കിടയിൽ അഭിനയത്തിൻ്റെ ആവശ്യം ഇനിയില്ല എന്നാണ്. കുറച്ചടുത്ത് പെരുമാറുമ്പോൾ ഈ വൈഷമ്യമൊക്കെ അങ്ങ് മാറിക്കിട്ടും. ശരിയാണ് മിസ്റ്റർ മേനോൻ. അല്ല, നിങ്ങൾ അലീനയെ നന്നായി അണിയിച്ചൊരുക്കിയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഷീ ഈസ് ലുക്കിംഗ് വെരി സ്മാർട്ട്, ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ഷീ ലുക്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. ഇത് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അലീനയെയും മേനോനെയും ഒരേ സമയം തന്നെ പ്രശംസിച്ചു. താങ്ക് യു സ്റ്റാൻലി. ഞാനിവളെ എൻ്റെ മകളെ പോലെയാണ് കണ്ടിട്ടുള്ളത്. എനിക്കറിയാം മേനോൻ, എന്നോട് താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇരിക്കൂ. ഇല്ല, ഇരിക്കുന്നില്ല. എൻ്റെ ജോലി കഴിഞ്ഞല്ലോ. എനിക്ക് ഉടനെ തിരിച്ചു പോകണം. പെട്ടെന്ന് അലീന പരിഭ്രാന്തയായി. ഇതുവരെ തനിക്ക് അന്യവും അജ്ഞാതവുമായിരുന്നൊരു വീട്ടിൽ വന്ന് അപരിചിതനായ ഒരു തടിച്ചുരുണ്ട പരുക്കൻ മനുഷ്യനെ കാട്ടിത്തന്നിട്ട് ഇത് നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് സ്ഥലം വിടുകയാണോ അച്ഛൻ? ഉടൻ തന്നെ വീണ്ടും സ്റ്റാൻലിയുടെ ശബ്ദമുയർന്നു. നിങ്ങളങ്ങനെ പെട്ടെന്ന് പോകരുത് മിസ്റ്റർ മേനോൻ. ഇന്നൊരു ദിവസമെങ്കിലും എൻ്റെ അതിഥിയായി താങ്കൾ ഇവിടെ താമസിക്കണം. അത് പറ്റില്ലെന്നേ. എൻ്റെ കുട്ടികൾ അവിടെ തനിച്ചാണ്. എനിക്ക് പോയേ പറ്റൂ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഇല്ലെങ്കിൽ അതെന്നെ അപമാനിക്കുന്നത് പോലെ ആയിരിക്കും. ഞങ്ങൾ 2 മണിക്കാണ് ഊണ് കഴിച്ചത്. ഇപ്പോൾ 3:30 മണി. ഒന്നാമത് വിശക്കുന്നില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് കൂടിയാണ്. ഭക്ഷണത്തിൻ്റെ ആഡംബര വിഭവങ്ങളൊന്നും എനിക്ക് തൊട്ടുകൂടാത്തതാണ്. താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനൊരു ചായ കുടിക്കാം. സ്റ്റാൻലി ജോസഫ് ബാലചന്ദ്ര മേനോനെ നോക്കി അല്പനിമിഷം നിശബ്ദനായി അങ്ങനെ നിന്നു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ തലകുലുക്കി. പിന്നെ ആൻ്റപ്പനെ വിളിക്കാനായി ഹാളിൽ നിന്നും അയാൾ പുറത്തേക്ക് പോയി. ബാലചന്ദ്ര മേനോൻ അലീനയുടെ തോളിൽ തോണ്ടി. എന്തു പറ്റി നിനക്ക്? ഞാൻ ഇവിടെയാ താമസിക്കേണ്ടത് അല്ലേ? അതെ, നല്ല വീടല്ലേ, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വേറെ ആരും ഇല്ലേ അച്ഛാ ഇവിടെ? ജോലിക്കാരുണ്ട്, നമ്മൾ കണ്ടതല്ലേ. അതല്ലാതെ കുടുംബാംഗങ്ങളാരും? ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ആയിരിക്കില്ല, ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവല്ലേ. എൻ്റെ അച്ഛൻ തന്നെയാണത് അല്ലേ? നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? അച്ഛൻ ശ്രദ്ധിച്ചില്ലായിരുന്നോ ഷെയ്ക്ക് ഹാൻഡിന് കൈനീട്ടിയത്? ചുമ്മാ ഒരു ചടങ്ങ് കഴിക്കുന്നത് പോലെ ഹലോ എന്ന്. സ്വന്തം മകളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതല്ലേ? ഇല്ല, നിന്നെ ഇതിനു മുമ്പ് അയാൾ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടെന്നോ ഇതിനു മുൻപ്? അതെവിടെ വെച്ച്? അപ്പോഴേക്കും സ്റ്റാൻലി ഹാളിലേക്ക് കടന്നു വന്നു. വരൂ. അയാൾ രണ്ടുപേരെയും ക്ഷണിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. വിശാലമായ ഒരു ഊണുമുറി, ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ, അതിൽ നിറയെ ഫുഡ് ട്രേകൾ, സ്റ്റീൽ ബേസിനുകൾ, ബൗളുകൾ, തെർമോവെയറുകൾ. ടേബിളിൻ്റെ ഒത്ത മധ്യഭാഗത്ത് ഏതാനും പഴക്കൂടകളിൽ ആപ്പിൾ, മുന്തിരി, മാമ്പഴം, പൂവൻപഴം എന്നിവ. ഒരറ്റത്ത് ചെറിയ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള സ്റ്റൗവോട് കൂടിയ ഡിഷുകൾ. അവയിലിരുന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാവുന്നുണ്ട്. ഏപ്രൺ ധരിച്ച 2 പാചകക്കാർ ആഹാരം ഇളക്കുകയും വിളമ്പുകയും ചെയ്യുന്നു. പൊരിച്ചതും കറി വെച്ചതുമായ ചിക്കൻ്റെയും മീൻ്റെയും ഹൃദ്യമായ ഗന്ധം വായുവിൽ തങ്ങി നിന്നു. ചപ്പാത്തിയും പൊറോട്ടയും പാലപ്പവും കപ്പ വേവിച്ചതും മേശപ്പുറത്തിരിപ്പുണ്ട്. പാചകക്കാരിൽ ഒരാൾ കെറ്റിൽ നിന്നും ഗ്ലാസുകളിലേക്ക് ചൂട് ചായ ഒഴിക്കുന്നു. ബാലചന്ദ്ര മേനോന് കഴിക്കണമെന്നില്ലായിരുന്നുവെങ്കിലും ഊണുമുറിയിലെ അന്തരീക്ഷം വിശപ്പില്ലാത്തവനെ കൊണ്ടും കഴിപ്പിക്കുവാൻ പോന്നതായിരുന്നു. സ്റ്റാൻലി ബാലചന്ദ്ര മേനോന്റെ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയുടെ കഷ്ണവും എടുത്തു വെച്ചപ്പോൾ നിരസിക്കുവാൻ ബാലചന്ദ്ര മേനോന് തോന്നിയില്ല. കഴിച്ചു തുടങ്ങിയപ്പോൾ അത് വളരെ സ്വാദിഷ്ടമാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അലീന ചായ മാത്രമേ കഴിച്ചുള്ളൂ. തെല്ലൊരു മൗനത്തിന് ശേഷം അലീനയ്ക്ക് വേണ്ടി ബാലചന്ദ്ര മേനോൻ ചോദിക്കുകയാണ്, അല്ല, സ്റ്റാൻലിയുടെ മക്കളും ഭാര്യയും ഒക്കെ എവിടെയാണ്? അവരങ്ങ് അഞ്ചലിലാണ്. അവിടെയാണ് വീട്. അവരറിഞ്ഞിട്ടുണ്ടോ അലീന വരുന്ന വിവരം? ഇല്ല. അറിയിക്കണ്ടേ? വേണം, അറിയിക്കണം. അല്ല, അതൊരു കലഹത്തിന് കാരണമാകുമെങ്കിൽ ഇവളെ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചേക്കണം.
ആ വാക്കുകൾക്ക് സ്റ്റാൻലി മറുപടി ഒന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിഞ്ഞയുടൻ ബാലചന്ദ്രമേനോൻ മടങ്ങിപ്പോകുവാൻ ഒരുങ്ങി. സ്റ്റാൻലി അയാൾക്ക് കൈകൊടുത്ത് നന്ദി പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ബാലചന്ദ്രമേനോൻ, നിങ്ങളോടുള്ള കടപ്പാട് എനിക്ക് പറഞ്ഞു തീർക്കാവുന്നതല്ല. നല്ല മനുഷ്യരെ തീരെ കുറച്ചു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് നിങ്ങൾ. സ്നേഹിക്കാൻ ആർക്കും പറ്റും, സഹായിക്കാൻ ഏതൊരാൾക്കും കഴിയും. നന്മ ചെയ്യാനുള്ള കഴിവും മിക്കവർക്കുമുണ്ട്. പക്ഷേ സാക്രിഫൈസ് ചെയ്യുവാൻ ത്യാഗികൾക്ക് മാത്രമേ സാധിക്കൂ. എൻ്റെ മകളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ ത്യാഗമാണ് ചെയ്തത്. അവളെ ഏൽപ്പിച്ചു തരുവാൻ വേണ്ടി എന്നെ സമീപിച്ചതും അതിനേക്കാൾ വലിയ ത്യാഗമാണ്. എനിക്കതിൻ്റെ ആഴമറിയാം. അയാളുടെ ശബ്ദത്തിനുള്ളിൽ വിങ്ങിയ ആത്മാർത്ഥത ബാലചന്ദ്രമേനോന്റെ മനം കുളിർപ്പിച്ചു. അലീന കാറിനടുത്തുവരെ അച്ഛനോടൊപ്പം ചെന്നു. അവൾ ഏതു നിമിഷവും കരയുമെന്ന മട്ടിൽ വിതുമ്പി നിൽക്കുകയാണ്. ബാലചന്ദ്രമേനോൻ ഡിക്കിയിൽ നിന്ന് പെട്ടികൾ എടുത്തു വെച്ച് ഡിക്കി അടച്ചതോടെ അവളുടെ ഉള്ളിൽ സങ്കടത്തിന്റെ ചിറ പൊട്ടിപ്പോയി. ബാലചന്ദ്രമേനോൻ അവളെ ആശ്ലേഷിച്ച് ശിരസിൽ തഴുകി. കരയരുത്. അച്ഛൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് അറിയാത്ത ദിക്കിൽ ഇറക്കി വിട്ട് ഭാരം ഒഴിവാക്കി പോവുകയാണ് എന്നൊരിക്കലും വിചാരിക്കരുത്. എൻ്റെ സ്വന്തം മോളെ അന്യ വീട്ടിൽ കൊണ്ടുവന്ന് ദത്തു നിർത്തേണ്ടി വരുന്നതിൻ്റെ വേദനയോടെയാ അച്ഛൻ ഇപ്പോൾ തിരിച്ചു പോകുന്നത്. അത് എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, മോള് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം. പറഞ്ഞു വരുന്നതിനിടയിൽ ബാലചന്ദ്രമേനോന്റെ കണ്ണിൽ നനവൂറുകയും തൊണ്ടയിടറുകയും ചെയ്തു. അച്ഛൻ പൊയ്ക്കോട്ടെ. നിനക്കിന്നു മുതൽ വേറൊരച്ഛനുണ്ട്, നിന്റെ സ്വന്തം. അത് മറക്കരുത്. അപ്പോഴേക്കും വിതുമ്പി കരഞ്ഞുകൊണ്ട് അലീന പറയുകയാണ്, എന്നാലും എനിക്കൊരച്ഛൻ്റെ സ്നേഹം ആദ്യമായിട്ട് തന്നത്, എന്നെ ആദ്യം മോളെന്ന് വിളിച്ചത് ഈ അച്ഛനല്ലേ? ഞാനും ആദ്യമായിട്ട് അച്ഛൻ എന്ന് വിളിച്ചത് അതെനിക്ക് മറക്കാൻ പറ്റുമോ? അലീന പൊട്ടിക്കരഞ്ഞുപോയി. നീ കരഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല മോളെ. അത് കേട്ടുകൊണ്ട് അലീന വേഗം കണ്ണും കവളും തുടച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ 3 പേരെയും വിളിച്ച് ആശ്വസിപ്പിക്കണം. അവരോടെല്ലാം എന്നും സംസാരിക്കണം, പ്രത്യേകിച്ചും രോഹിത്തിനോട്. എനിക്കറിയാം, നീ അവിടെ ഉള്ളപ്പോഴത്തെ പോലെ തന്നെ എല്ലാം ഞാൻ നടത്തിക്കൊള്ളാം. അമ്മ തിരിച്ചു വരുമല്ലോ. അപ്പോൾ അച്ഛൻ അമ്മയോട്, വേണ്ട മോളെ, ആ ഒരു വിഷയത്തിൽ മാത്രം നീ ഇടപെടണ്ട, എനിക്കത് ഇഷ്ടമല്ല. അലീന അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ബാലചന്ദ്രമേനോൻ വീണ്ടും അവളുടെ കവിളത്ത് തലോടി. സാരമില്ല, ചില കാര്യങ്ങൾ അതിൽ തന്നെ ദഹിച്ചു തീരണം. ഇത് പറഞ്ഞിട്ട് അയാൾ കാറിൻ്റെ ഡോർ തുറന്നു. അച്ഛനെ വിളിക്കണം, എൻ്റെ മക്കളെയും വിളിക്കണം. ഞാൻ ഇടയ്ക്കിടെ നിന്നെ കാണാൻ വരും. എനിക്കറിയണ്ടേ നീ സന്തോഷമായിട്ടാണോ കഴിയുന്നതെന്ന്. അലീന കണ്ണുനീരോടുകൂടി തലയാട്ടി. അപ്പോൾ ബാലചന്ദ്രമേനോൻ പറയുകയാണ്, ആ സ്റ്റാൻലി ഉണ്ടല്ലോ, ഒരു ഉരുക്കു മനുഷ്യനെ പോലെ ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ വലിയ ശരീരത്തിനകത്ത് നിന്നോട് സ്നേഹമുള്ളൊരു മനസ്സുണ്ട്. അയാളുടെ മുഖത്തൊന്നും കാണാൻ സാധിക്കില്ല. കുറെ അധികകാലം പട്ടാളക്കാരനായിരുന്ന ആളല്ലേ. ബാലചന്ദ്രമേനോൻ അപ്പോഴേക്കും കാറിൽ കയറിയിരുന്നു. എന്നിട്ട് പറയുകയാണ്, പോട്ടെ മോളെ. അലീന മുഖം മന്ദമായിട്ട് അനക്കി. ഡോർ അടച്ച ശേഷം ബാലചന്ദ്രമേനോൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അലീനയുടെ നേർക്ക് കൈ കാണിച്ചിട്ട് അയാൾ കാർ ഓടിച്ചുപോയി. നിലത്തിറക്കി വെച്ച പെട്ടികൾക്കും ബാഗുകൾക്കും അരികെ അലീന നോക്കി നിന്നു കാർ മറയുന്ന സമയം വരെ.